ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ബുധനാഴ്ച ഈ വീക്കിലെ മൂന്നാമത്തെ ട്രേഡിംഗ് സെഷൻസിലേക്കാണ് കടന്നിരിക്കുന്നത്. മാത്രമല്ല നവംബർ സീരീസിന് കൂടി ഇന്നിപ്പോൾ ഒരു ആരംഭം കുറിക്കുകയാണ്. ഇന്നലെ വളരെ മികച്ച ഒരു റിട്ടേൺ നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഒക്ടോബർ സീരീസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു 2024 ജൂണിന് ശേഷമുള്ള ഏറ്റവും മികച്ച റിട്ടേണാണ് ഒക്ടോബർ സീരീസ് 2025 ഒക്ടോബർ സീരീസ് നിക്ഷേപകർക്കായിട്ട് നൽകിയിരിക്കുന്നത്. F&O സംബന്ധിച്ചിട്ട് നവംബറിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞൊരു 2024 നവംബർ മാറ്റി നിർത്തി പൊതുവെ പോസിറ്റീവായിട്ട് റിട്ടേൺ തന്നെയാണ് നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളതെന്നാണ് കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു വീക്കിൽ ഒരുപക്ഷെ നവംബർ സീരീസിൽ വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ലെവൽ നിഫ്റ്റി 50 ബ്രേക്ക് ചെയ്തേക്കാം എന്ന വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യൂ കൂടി പല അനലിസ്റ്റുകളും ഇപ്പോൾ നിക്ഷേപകർക്കായിട്ട് നൽകിയിട്ടുണ്ട്. ഇനി ഇന്നലത്തെ ഒരു ക്ലോസിംഗ് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഇന്നലെ മന്ത്ലി എക്സ്പയറി കൂടിയായിരുന്നു. ഒക്ടോബർ സീരീസിൻ്റെ എൻഡിങ് ദിവസത്തിൽ വളരെ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു വിപണിയായിരുന്നു കാണാൻ സാധിച്ചിട്ടുള്ളത്. ഒരുപോലെ ബുൾസിനെയും ബിയാസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള മൂവ്മെൻ്റ് ആയിരുന്നു ഇൻട്രാഡേയിൽ നിഫ്റ്റി 50 ഉണ്ടായിരുന്നത്. 26,104.2 എന്നൊരു ഡേ ഹൈ ക്രിയേറ്റ് ചെയ്തു എങ്കിൽ പോലും അവിടെ നിന്ന് വളരെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടുകൊണ്ടായിരുന്നു വിപണിയിൽ തീർച്ചയായിട്ടും 26,041.7 എന്നൊരു ഡേ ഹൈ ക്രിയേറ്റ് ചെയ്തു എങ്കിൽ പോലും അവിടെ നിന്ന് വീണ്ടും വളരെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടിട്ടുണ്ടായിരുന്നു. 25,810.05 എന്ന ഒരു ഡേ ലോയ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ 2040 ശേഷം ഏകദേശം ഒരു ട്രേഡിംഗ് അവസാനിപ്പിക്കാനായിട്ട് 45 മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ വളരെ ശക്തമായിട്ടൊരു തിരിച്ചുവരവായിരുന്നു നിഫ്റ്റി 50 ഉണ്ടായിരുന്നത്. ഇന്നലെ എടുത്തു പറയേണ്ടുന്ന മൂവ്മെൻറ്റ് നടന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ തന്നെയാണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് നിഫ്റ്റിയിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോഴേക്കും വളരെ ഫ്ലാറ്റായ ഒരു ടോണിൽ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ വളരെ ഫ്ലാറ്റായ ഒരു ടോണിൽ 25,936.2 എന്നൊരു നിലയിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് പറയുകയാണെങ്കിൽ ഇന്നലെ വിപണിയെ നയിച്ചിരുന്നത് ബാങ്ക് നിഫ്റ്റി തന്നെയായിരുന്നു. ഒരുപക്ഷെ വലിയ തോതിലൊരു ഇടിവിലേക്ക് ഒരു നെഗറ്റീവ് റിട്ടേൺ നൽകിക്കൊണ്ട് ഒക്ടോബർ സീരീസിന് വിട പറയാൻ നിന്ന വിപണിക്ക് കരുത്ത് പകർന്നിരുന്നത് തീർച്ചയായിട്ടും നിഫ്റ്റി ബാങ്കിലുണ്ടായ ഒരു മുന്നേറ്റമായിരുന്നു. അവസാന നിമിഷങ്ങളിൽ നിഫ്റ്റി ബാങ്കിലുണ്ടായ വളരെ മാസീവായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് തീർച്ചയായിട്ടും നിഫ്റ്റിക്ക് തുണയായി മാറിയിട്ടുണ്ട്. നിഫ്റ്റി ബാങ്കും ഓൾമോസ്റ്റ് ഒരു 100 പോയിന്റ്സിനടുത്തൊരു മുന്നേറ്റം നൽകിക്കൊണ്ട് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. ഇന്നലെ ഒരു സ്റ്റെല്ലർ പ്രകടനം നടത്തിയിരിക്കുന്ന ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ PSU ബാങ്ക് ഇൻഡെക്സ് ആയിരുന്നു. PSU ബാങ്ക് ഇൻഡെക്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും പൊതുവേ വിപണിയിൽ ഒരു ബിയറിഷ് സെന്റിമെന്റ്സ് പലപ്പോഴും കടന്നു വന്നപ്പോൾ പോലും വളരെ ഡിഫൻസീവായിട്ട് നിൽക്കാനായിട്ട് PSU ബാങ്ക് ഇൻഡെക്സിന് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ മെറ്റൽ സൂചികയിലും വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അന്താരാഷ്ട്ര വിപണിയിലേക്ക് വരുമ്പോഴേക്കും ഡൗ ജോൺസ് സൂചികയിലടക്കം വളരെ കൃത്യമായിട്ടൊരു മുന്നേറ്റമായിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ലെവലിലേക്കാണ് ഡൗ ജോൺസ്, നാസ്ഡാക്ക് 100 അതിനോടൊപ്പം തന്നെ S&P 500 സൂചികൾ കടന്നിരിക്കുന്നത്. 6,900 എന്നൊരു പോയിന്റ് S&P 500 സൂചിക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്നലെ മറികടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും FOMC യോഗ തീരുമാനങ്ങൾ ഈ ആഴ്ച വരാനിരിക്കെ വളരെ പോസിറ്റീവായിട്ടാണ് യോഗ തീരുമാനങ്ങളെ ഇപ്പോൾ വിപണി നോക്കിക്കാണുന്നത്. അതിൻ്റെ ഒരു മുന്നേറ്റം തന്നെയായിരുന്നു ഇന്നലെ അമേരിക്കൻ വിപണികളിലും കണ്ടിരുന്നത്. പ്രത്യേകിച്ചും ചിപ്പ് ലെഡ് സ്റ്റോക്കുകളായിരുന്നു വിപണിയെ നയിച്ചിരുന്നത്. NVIDIA അടക്കമുള്ള ഓഹരികൾ പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം ഒരു 5% നേട്ടമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. Morning Anlab, morning viewers. Yes. സർ, ഇന്നലത്തെ US വിപണിയെ സംബന്ധിച്ചിട്ട് വീണ്ടും ഒരു റെക്കോർഡ് ഹൈ ആണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ തന്നെയായിരുന്നു സൂചികയിൽ മുന്നോട്ടൊരു ഒരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നത്. പിന്നീട് ആ ഒരു ഹൈ ലെവൽസിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടിരുന്നു എങ്കിൽ പോലും വളരെ ശക്തമായിട്ടുള്ള ഒരു ബുള്ളി സെൻറ്റിമെൻറ്റ്സ് നിലനിർത്താനായിട്ട് ത്രൂ ഔട്ട് ദ ഡേ അമേരിക്കൻ വിപണികൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. NVIDIA പോലെയുള്ള ഈ ചിപ്പ് റിലേറ്റഡ് ആയിട്ട് AI ചിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഒരു മുന്നേറ്റമായിരുന്നു ഒരു പ്രധാന ഒരു കാരണമായിട്ട് അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. സോ അമേരിക്കൻ വിപണികളിലുള്ള തുടർച്ചയായിട്ടുള്ള ഈ ഒരു നേട്ടത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു നിയർ ടേമിൽ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? അല്ല, ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും അതിൽ സൂചിപ്പിച്ചതുപോലെ ഇത്രയും വലിയ നേട്ടത്തിനെ തുടർന്ന് ഷോർട്ട് ടേമിൽ നമ്മൾ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. എസ്പെഷ്യലി നമ്മളിപ്പോൾ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഈ ഇൻഡെക്സ് നൽകിയിരിക്കുന്നത്. ഇന്നലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 26,000 പോയിന്റ് മറികടക്കാൻ സാധിച്ചു. സോ കറന്റ് ലെവൽസിലെ ബോത്ത് നാസ്ഡാക്ക് ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്.
കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ സ്യൂട്ടബിൾ ലെവൽസിൽ നമ്മളൊരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് പ്രോഫിറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യണം. സർ, കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോഴേക്കും കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇന്നിപ്പോൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു 3 ദിവസത്തെ ഒരു ലോസിന് ശേഷം ഇന്നിപ്പോൾ ഒരല്പം സ്റ്റെബിലിറ്റി കൈവരിച്ചതായിട്ടാണ് കാണുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും ഒരു ലോ ലെവലിൽ തന്നെയാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ബട്ട് ക്രൂഡ് ഓയിലിന്റെ കേസിൽ ഒത്തിരി മാസങ്ങൾക്ക് ശേഷം നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കാൻ സാധ്യത ഇല്ലെങ്കിൽ പോലും ഈ ആഴ്ച നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. സോ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് $59.50 ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ആഴ്ച തന്നെ നമുക്കൊരു പുതിയ ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്യാൻ സാധിക്കും. ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ചിട്ട് ഇന്നും ഇപ്പോൾ ഏകദേശം ഒരു $4000 എന്നൊരു നിലയ്ക്ക് താഴെയാണ് ഇപ്പോഴും ട്രേഡിംഗ് നടന്നു വരുന്നത്. ഓൾമോസ്റ്റ് ഒരു ചെറിയ നേരെ തോതിലൊരു സൈഡ് വേസിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. നിലവിൽ വളരെ ഫ്ലാറ്റായ ഒരു ടോണിൽ ഏകദേശം ഒരു 0.5% നേട്ടത്തിൽ $3962 എന്നൊരു നിലയിലാണ് അന്താരാഷ്ട്ര തലത്തിൽ സ്വർണ്ണത്തിൻ്റെ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഗോൾഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടിന്യൂ ചെയ്യുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഇപ്പോഴും ഗോൾഡിലെ ഒരു ബുള്ളി സെന്റിമെന്റ്സ് വളരെ സ്ട്രോങ് ആയിട്ട് തുടരുന്നുണ്ടോ? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. സ്വർണത്തിന്റെ കേസിൽ ഇന്നലത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സപ്പോർട്ടായിരുന്നു $3950. ആ ഒരു ലെവലിന്റെ താഴെ കുറച്ച് നേരം ട്രേഡ് ചെയ്യപ്പെട്ടു. അതിന് ശേഷമായിരുന്നു നമുക്കൊരു റിക്കവറി ഷോർട്ട് കവറിങ് കാണാൻ സാധിച്ചത്. കൈവശം ഓൾറെഡി ഷോർട്ട് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഷോർട്ട് പൊസിഷൻസ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യണം. നമ്മൾ ഒരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് $4043 ലെവൽ. ആ ഒരു ലെവലിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ നമുക്ക് വീണ്ടും ഒരു ട്രേഡിംഗ് അവസരം ലഭിക്കും. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റി 50 സംബന്ധിച്ചിട്ട് ഇന്നലെ ഒക്ടോബർ സീരീസിൻ്റെ ഒരു എൻഡിങ് ആയിരുന്നു. തീർച്ചയായിട്ടും ബുൾസിനെയും ബിയോസിനെയും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ള പ്രകടനമായിരുന്നു ഇൻട്രാഡേയിൽ നിഫ്റ്റി 50 ഉണ്ടായിരുന്നത്. 26,000 എന്നൊരു ലെവൽ വീണ്ടും മറികടക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. 26,041.7 എന്ന നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻട്രാഡേയിൽ വളരെ ശക്തം ഏകദേശം ഒരു 180-ലധികം ഒക്കെ പോയിന്റ്സിൽ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിൽ പോലും ട്രേഡിങ്ങിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായ ഒരു മാസീവ് ബൈയിങ് നിഫ്റ്റിക്കും കരുത്തു പകർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും 25,900 എന്നൊരു ലെവൽ മറികടന്നുകൊണ്ടൊരു ക്ലോസിംഗ് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ വ്യാപാരത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒപ്പം തന്നെ നിഫ്റ്റി 50 താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നിഫ്റ്റി 50 കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ എക്സ്ട്രീം ഷോർട്ട് ടേമിന് ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 25,800 സപ്പോർട്ടായിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ബട്ട് പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 26,100 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 26,250, 26,350, 26,500. സർ, അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ മികച്ചൊരു പ്രകടനമായിരുന്നു അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോഴേക്കും ഉണ്ടായിരുന്നത്. 58,214.1 എന്ന നിലയിലാണ് ഒരു ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്ക്, AU ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക് തുടങ്ങിയ ഓഹരികളാണ് ടോപ്പ് ഗെയിനറായിട്ട് നിലനിന്നത്. എന്നിരുന്നാൽ പോലും ICICI ബാങ്ക്, HDFC ബാങ്ക് തുടങ്ങിയ ഓഹരികളിലൊക്കെ വളരെ ശക്തമായ വോളിയത്തിൽ ട്രേഡിംഗ് നടന്നതായിട്ടും കാണുന്നുണ്ട്. ഈ ബാങ്ക് നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് നിലനിർത്താൻ സാധിക്കും. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ മുന്നിൽ ഇപ്പോൾ നമുക്ക് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 58,580 പോയിന്റ്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 59,200, 59,500. സോ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ 57,480 ആയിരിക്കും. സർ, ഇന്നലത്തെ ഒരു ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഏറ്റവും മികച്ചൊരു മുന്നേറ്റം നടത്തിയിരുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്കായിരുന്നു. ഇൻഡസ്ഇൻഡ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് മറ്റ് ഹെവി വെയ്റ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ധാരാളം അലിഗേഷൻസും അതിന് പിന്നാലെ വലിയ തോതിൽ കറക്ഷനും ഒക്കെ നേരിട്ടിരുന്ന ഒരു ഓഹരിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 2 ട്രേഡിംഗ് സെഷൻസിലായിട്ട് വളരെ ശക്തമായിട്ട് തിരിച്ചുവരവ് നടത്താനായിട്ട് ഈ ഓഹരി ശ്രമിക്കുന്നുണ്ട്. സോ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഒരു ട്രെൻഡ് റിവേഴ്സൽ ഈ ഒരു ഓഹരിയിൽ താങ്കൾ നിയർ ടേമിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ?
തീർച്ചയായിട്ടും. ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ അപേക്ഷിച്ച് നമുക്ക് അണ്ടർ പെർഫോമൻസ് ആ കാണാൻ സാധിക്കുന്നത്. ബട്ട് സെപ്റ്റംബർ മാസത്തിന്റെ അവസാനം മുതൽ തന്നെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. ബട്ട് മേജർ റെസിസ്റ്റൻസ് സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത് 820 രൂപയില. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ഇൻഡെക്സ് വൈസ് പരിശോധിക്കുമ്പോഴേക്കും നിഫ്റ്റിയിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ പോലും വളരെ ഡിഫൻസീവായിട്ട് നിന്നിരുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് PSU ബാങ്ക് ഇൻഡെക്സ് ആയിരുന്നു. PSU ബാങ്ക് ഇൻഡെക്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ലെവലിലേക്ക് ഉയരാനായിട്ട് ഈ ഒരു ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ PSU ബാങ്ക് ഇൻഡെക്സിലുള്ള ഈ തുടർച്ചയായിട്ട് നേട്ടത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? PSU ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നുണ്ട്. PSU ബാങ്കിങ് സ്റ്റോക്സ് കൈവശം ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് നമ്മൾ PSU ബാങ്കിങ് സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും നമുക്ക് സ്മോൾ PSU ബാങ്ക് സ്റ്റോക്സിൽ നമുക്ക് ഒത്തിരി ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്സ് കാണാൻ സാധിക്കുന്നത്. ഇത് എടുത്തു പറയാനുള്ള യൂക്കോ ബാങ്കിന്റെ കേസിൽ ഇന്നത്തെ ട്രേഡിൽ യൂക്കോ ബാങ്കിന് 33 രൂപ 35 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് വീണ്ടും നല്ല നേട്ടം പ്രതീക്ഷിക്കാം. സെൻട്രൽ ബാങ്കിന്റെ കേസിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 41 രൂപയായിരിക്കും. 41ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മേജർ റെസിസ്റ്റൻസ് പിന്നീട് 42 രൂപ 35 പൈസയിലെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ എഗെയിൻ വളരെ ലോ റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. ഈ സ്റ്റോക്കിന് ഇമ്മീഡിയറ്റ് മേജർ റെസിസ്റ്റൻസ് 42 രൂപയിലെ കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു മുന്നേറ്റം നമുക്ക് ഈ സ്റ്റോക്കിലും പ്രതീക്ഷിക്കാം. ചെറുപ്പം തന്നെ PSU ബാങ്കിൽ ഏറ്റവും വലിയ ബാങ്കുകളിൽ ഒന്നായിട്ടുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് കൂടിയാണ് വരുന്നത്. PNB സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ പുതിയൊരു ഓൾ ടൈം ഹൈ ലെവലിലേക്ക് ഉയരാനായിട്ട് PNBക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. 52 വീക്ക് ഹൈയിലേക്ക് ഉയരാനായിട്ട് PNBക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 1.25% നേട്ടം നൽകിക്കൊണ്ടാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓഹരികൾ ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. PNBയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? PNBയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ ഓഗസ്റ്റ് മാസത്തിന് ശേഷം നമുക്ക് തുടർച്ചയായിട്ട് ഒത്തിരി നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് നമുക്ക് പുതിയ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന് മുന്നിലുള്ള ഇമ്മീഡിയറ്റ് 2 മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 122, അതിനുശേഷം 126. സർ, അതിനൊപ്പം തന്നെ ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ വളരെ ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് നടന്നപ്പോൾ പോലും ബാങ്കിങ് മേഖലയിൽ കാര്യമായിട്ടൊരു മുന്നേറ്റം നടത്താത്തൊരു ഓഹരിയായിരുന്നു യെസ് ബാങ്കിൻ്റെ ഓഹരികൾ എന്ന് പറഞ്ഞാൽ. യെസ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു ഒക്ടോബർ 10 ശേഷം വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റത്തിന് ശേഷം അവിടെ നിന്നൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് ആ ഒരു നേടിയ നേട്ടത്തിൻ്റെ ഒരു പരിധി വരെയൊക്കെ കൈവിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. യെസ് ബാങ്കിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? യെസ് ബാങ്കിന്റെ കേസിലോ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തുടരുന്നു. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് നമുക്ക് ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 23 രൂപ 50 പൈസ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 23 രൂപ 50 പൈസ, 25, 26 രൂപ 35 പൈസ. ഇന്നലെ ഇൻട്രാഡേയിൽ മികച്ച മുന്നേറ്റം നടത്തിയൊരു ഓഹരിയായിരുന്നു സിർമ SGS ടെക്നോളജി എന്ന് പറയുന്നത്. സിർമയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം 6% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടാണ് സിർമയുടെ ഓഹരികൾ ഇന്നലെ ക്ലോസിംഗ് വന്നിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും വലിയ തോതിൽ സിർമ മാത്രമല്ല ഈ ഒരു EMS സെക്ടറിലെ കെയ്ൻസ് ടെക്നോളജി അടക്കമുള്ള ഓഹരികൾ നമുക്കൊരു മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിച്ചത്. 5532 കോടി രൂപയുടെ പുതിയ പദ്ധതി ഗവൺമെൻറ് അംഗീകരിച്ചു എന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് ഇത്തരം ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. സോ സിർമയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സിർമയുടെ കേസിൽ ലിസ്റ്റിംഗിന് ശേഷം ഒത്തിരി നാളുകളായിട്ടില്ല. ബട്ട് ദ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. സോ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ഈ സ്റ്റോക്കിൽ വളരെ ഹെൽത്തി ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. 740 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്തത്. എങ്കിലും കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് പുതിയ ബൈയിങ് അവസരങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. സർ, അതിനോടൊപ്പം തന്നെ ചില അദാനി ഓഹരികളിലേക്ക് കൂടിയാണ് വരുന്നത്. അദാനി ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ആദ്യമായിട്ട് ചോദിക്കുന്നത് അദാനി പോർട്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. അദാനി പോർട്സിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? അദാനി പോർട്ടിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഷോർട്ട് ടേമിൽ അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്.
കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് 1378 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇന്നത്തെ മാർക്കറ്റിൽ ഐ ഡോണ്ട് സി എ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഒപ്പം തന്നെ അദാനി ടോട്ടൽ ഗ്യാസിലേക്ക് കൂടി വരികയാണ്. അദാനി ടോട്ടൽ ഗ്യാസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു സെപ്റ്റംബർ 23 വളരെ മികച്ച ഒരു മുന്നേറ്റം നടത്തിയതിന് ശേഷം അന്ന് തൊട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു നമുക്ക് വിപണിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് ഓൾമോസ്റ്റ് ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് അദാനി ടോട്ടൽ ഗ്യാസിൽ കാണുന്നത്. ഇന്നലെ ഒരു 0.5% നേട്ടം നൽകിയിട്ടുമുണ്ടായിരുന്നു. സോ അദാനി ടോട്ടൽ ഗ്യാസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ATGLന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. 595 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 643 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്തായിട്ട് അദാനി ഗ്രീൻ എനർജിയിലേക്കാണ് വരുന്നത്. അദാനി ഗ്രീൻ എനർജിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഏകദേശം 1.25% ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് കഴിഞ്ഞൊരു 2 ആഴ്ചയിലേറെ ആയിട്ട് തീർച്ചയായിട്ടും വളരെ കൺസോൾഡേറ്റഡ് ആയിട്ടുള്ള ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആണ് ഈ ഓഹരിയിൽ കാണുന്നത്. സോ അദാനി ഗ്രീൻ എനർജിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അദാനി ഗ്രീൻ്റെ കേസിൽ ബോത്ത് അഗെയിൻ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 970 രൂപയായിരിക്കണം. എഗെയിൻ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഇന്ന് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. സർ, ഒപ്പം തന്നെ അദാനി ഗ്രീൻ എനർജിയോടൊപ്പം തന്നെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് ചില കമ്പനികളിലേക്ക് കൂടി വരികയാണ്. ആദ്യത്തേത് സുസ്ലോണുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. സുസ്ലോണെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 4% മുകളിലുള്ള ഒരു നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസായിട്ട് ഒരു അല്പം ബിയർ സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു ഈ ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഉണ്ടായ മൂവ്മെൻറ്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു ഷോർട്ട് കവറിംഗ് മാത്രമാണോ അതോ ഇവിടെ നിന്നൊരു ട്രെൻഡ് റിവേഴ്സലിനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? അല്ല, സുസ്ലോണിന്റെ കേസിൽ മെയ് മാസത്തിന് ശേഷം വലിയൊരു കറക്ഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരുന്നു. ആൻഡ് അല്ല പറഞ്ഞത് ശരിയാ, കറന്റ്ലി നമുക്ക് ഈ ഒരു റിക്കവറി അല്ലെങ്കിൽ ഇന്നലത്തെ ബൈയിങ് ഇൻട്രസ്റ്റ് ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കുന്നുള്ളൂ. ഈ സ്റ്റോക്കിന്റെ വളരെ മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 60 രൂപയിലാണ്. 60ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതോടൊപ്പം തന്നെ ചില ന്യൂജൻ കമ്പനികളിലേക്ക് വരുന്നത്. ആദ്യത്തേത് ഇറ്റേണലുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഇറ്റേണലിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ ഒരു ഓഹരിയിൽ ക്ലോസിംഗ് നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു 0.5% നേട്ടം, വളരെ ഫ്ലാറ്റിഷ് ആയ ഒരു ടോണിലായിരുന്നു. സോ ഇറ്റേണലിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇറ്റേണലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 318 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇന്നലെ റിസൾട്ട് വന്ന ചില കമ്പനികളിലേക്ക് കൂടിയാണ് വരുന്നത്. ആദ്യത്തേത് BELന്റെ റിസൾട്ടാണ്. BELന്റെ ഓഹരികളിലേക്കാണ് വരുന്നത്. BELനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ ഇന്നലെ ഒരു ഫ്ലാറ്റിഷ് ആയ ഒരു ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഫ്ലാറ്റ് ലോ ടോണിൽ 0.9% നേട്ടം ഇടിവ് നൽകിക്കൊണ്ടായിരുന്നു ക്ലോസിംഗ് വന്നിട്ടുണ്ടായിരുന്നത്. BEL താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? BELന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിലെ കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ട്രേഡിംഗിന് വേണ്ടി നമ്മൾ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 410 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഒപ്പം തന്നെ ട്രെൻഡിനെ കൂടി വരികയാണ്. ട്രെൻഡിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്റ്റേഷൻസ് എന്താണ്? ഇന്നലെ 1.5% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഓഹരിയിൽ ഒരു ക്ലോസിംഗ് വന്നിട്ടുണ്ടായിരുന്നത്. ട്രെൻഡ് ലിമിറ്റിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ട്രെൻഡിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 4590 രൂപയിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ബട്ട് ട്രെൻഡിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് എൻ്റെ ഒരു ശ്രദ്ധ ഇതിന്റെ ഒരു കോമ്പീറ്റിംഗ് കമ്പനി ആദിത്യ ബിർള ഫാഷനിലോട്ടും പോയിട്ടുണ്ടായിരുന്നു. സോ ആദിത്യ ബിർള ഫാഷന്റെ കേസിൽ ട്രെൻഡിനെ അപേക്ഷിച്ച് കഴിഞ്ഞ 2 വർഷത്തിനിടെ അണ്ടർ പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ബട്ട് എങ്കിലും ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ആദിത്യ ബിർള ഫാഷനിൽ കാണാൻ സാധിക്കുന്നത്. വളരെ നല്ലൊരു ബൈയിങ് ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തു വരുന്നുണ്ട്.
ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 86 രൂപ. 86ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 95 കാണുന്നത്. സർ, അതിനോടൊപ്പം തന്നെ യഥാർത്ഥ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം ഒരു 0.5% ഒരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ട് ഒരു കൺസോളിഡേറ്റഡ് മൂവ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. സോ യഥാർത്ഥ ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ കെയർ സർവീസ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? യഥാർത്ഥത്തിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. കറന്റ്ലി നമുക്ക് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് നമുക്ക് വീണ്ടും ഒരു ലോ റിസ്ക് ബുള്ളിഷ് പെർഫോം ചെയ്യും. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ 807 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കും ഇന്ന് ശ്രദ്ധിക്കേണ്ടത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള 3 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 830, 843, 860. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 775 ആയിരിക്കണം. അടുത്തായിട്ട് ഒക്ടോബറിൽ മികച്ച ഒരു നേട്ടം നൽകിയ ഒരു ഓഹരിയായിരുന്നു BSEയുടെ ഓഹരികൾ. BSEയെ സംബന്ധിച്ചിട്ട് ഏകദേശം കഴിഞ്ഞ ഒക്ടോബർ 1 മുതൽ പരിശോധിക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 20% മുകളിൽ റിട്ടേൺ നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒക്ടോബർ 14 മുതൽ ഇങ്ങോട്ടേക്ക് കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് തീർച്ചയായിട്ടും ഒരു റേഞ്ച് ഹൈ ലെവൽസിൽ ഒരു റേഞ്ച് ബൗണ്ടായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്നലെ പക്ഷേ ഈ ഒരു ഓഹരിയിൽ 3.5% നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ BSE ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? BSEയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് നമുക്ക് സെപ്റ്റംബർ മുതൽ നല്ല നേട്ടം കിട്ടിയതിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നു. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ 2 റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവൽ, ആദ്യത്തെ 2290, അതിനുശേഷം 2225. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ഈ 2 സപ്പോർട്ട് ലെവൽസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഈ 2 സപ്പോർട്ട് ലെവലിന്റെ ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. അടുത്തതായിട്ട് റൂട്ട് മൊബൈൽ ലിമിറ്റഡിലേക്കാണ് വരുന്നത്. റൂട്ടിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞൊരു ജൂൺ മുതൽ ഇങ്ങോട്ടേക്ക് ഒരു ബിയറി സെന്റിമെന്റ്സിൽ തുടരുന്ന ഒരു ഓഹരി കൂടിയാണ് റൂട്ട് മൊബൈൽ എന്ന് പറയുന്നത്. ഇന്നലെയും 0.5% ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സോ റൂട്ട് മൊബൈൽ ലിമിറ്റഡിലെ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റൂട്ട് മൊബൈലിന്റെ കേസിൽ നമുക്ക് ഇതിന്റെ ഒരു മേജർ ടോപ്പ് കാണാൻ സാധിക്കുന്നത് ജൂൺ 2024 1950 രൂപയ്ക്ക് അടുത്തായിരുന്നു ഇതിന്റെ മേജർ ടോപ്പ്. അതിനുശേഷം കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് വൈൻഡ് അപ്പ് ചെയ്യണം. സർ, അടുത്തായിട്ട് ഒരു സ്മോൾ ഫിനാൻസ് ബാങ്ക് ഓഹരിയിലേക്കാണ് വരുന്നത്. ജന സ്മോൾ ഫിനാൻസ് ബാങ്ക് ഓഹരിയിലേക്കാണ് വരുന്നത്. ജനയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ ഏകദേശം ഒരു 1.5% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഏകദേശം ഒരു 2.5% നേട്ടം നൽകിയിട്ടുമുണ്ടായിരുന്നു. എന്നാൽ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് തന്നെയാണ് കണ്ടിരിക്കുന്നത്. സോ ജന സ്മോൾ ഫിനാൻസ് ബാങ്ക് ഓഹരികളുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ജന സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ കേസിൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കഴിഞ്ഞ 2-3 മാസത്തിനിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് ഈ സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ഇന്ന് നേരത്തെ PSU ബാങ്കിങ് സ്റ്റോക്സ് ബാങ്കിങ് ഇൻഡെക്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. നമ്മൾ ബാങ്കിങ് മേഖലയിൽ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ സജസ്റ്റ് നമ്മൾ സ്മോൾ PSU ബാങ്ക്സിലായിരിക്കണം ഈ ആഴ്ച ഫോക്കസ് കൊടുക്കേണ്ടത്. സർ, അതിനോടൊപ്പം തന്നെ ലിഖിത ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന ഓഹരിയിലേക്കാണ് വരുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് ഒരു സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഒരു ഓഹരി കൂടിയാണിത്. ഇന്നലെ ഏകദേശം 1% അടുത്തൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഓഹരിയിലെ ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. സോ ലിഖിത ഇൻഫ്രാസ്ട്രക്ചറുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ സ്റ്റോക്കിന്റെ ഡേറ്റ ലഭ്യമല്ല. ഇത് അടുത്ത സെഷനിൽ കവർ ചെയ്യാം. അടുത്തായിട്ട് വൺ മൊബിക്വിക്കിലേക്കാണ് വരുന്നത്. വൺ മൊബിക്വിക്കിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? മൊബിക്വിക്കിന്റെ കേസിൽ ലിസ്റ്റിംഗിന് ശേഷം നമ്മൾ ഒത്തിരി നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്ക് മൊബിക്വിക്ക്. അറ്റ് ദിസ് പോയിന്റ് വലിയൊരു ഇടിവിന് ശേഷം ഇതൊരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് നീങ്ങിയിട്ടുണ്ട്. ഇതൊരു കോൺട്രേറിയൻ ട്രേഡ് ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ റഡാറിലോട്ട് കൊണ്ടുവരാം. ഈ സ്റ്റോക്കിന് വളരെ മേജർ ഒരു സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് 247 രൂപയല്ല. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്.
കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ലെവലിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് നമുക്ക് പുതിയൊരു ബൈയിങ് ട്രിഗർ ലഭ്യമാകണമെങ്കിൽ 280 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. സർ, അടുത്തായിട്ട് LICയിലേക്കാണ് വരുന്നത്. LICയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഏകദേശം ഒരു 0.5% ഒരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. ഏർലി അവേഴ്സിൽ വളരെ ശക്തമായിട്ടൊരു അപ്സൈഡ് മൂവ്മെന്റ് രേഖപ്പെടുത്തിയിരുന്നു എങ്കിൽ പോലും ക്ലോസിംഗ് സമയമായപ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണുന്നത്. സോ LIC ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? LICയുടെ കേസിൽ ഓഗസ്റ്റ് മാസത്തിന് ശേഷം നമുക്കൊരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. അനില സൂചിപ്പിച്ച പോലെ ഇന്നലെ ഓപ്പണിംഗ് നിമിഷങ്ങളിൽ നമുക്ക് ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചെങ്കിലും ക്ലോസിംഗ് ടൈം ആയപ്പോഴേക്കും നമുക്ക് ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ലായിരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ സപ്പോർട്ട് ലെവൽ, ആദ്യത്തെ 868 അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 848. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വി ഹാവ് ടു വെയിറ്റ് 922 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇന്നലെ വളരെ മാസീവായിട്ടൊരു ബൈയിങ് നടന്ന ഓഹരിയായിരുന്നു രാംകോ സിസ്റ്റംസ് ലിമിറ്റഡ്. ഓൾമോസ്റ്റ് ഒരു 10% നേട്ടം നൽകിയിട്ടാണ് ഓഹരി ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. രാംകോ സിസ്റ്റത്തിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? രാംകോയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഈ ഹൈ ലെവൽസ് പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തു. താങ്ക് യു വെരി മച്ച്. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് ചെയ്തതിന് ശേഷം മാത്രം നടത്തുക. അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും മറ്റ് സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനറിൽ വിഷ്ണുവും ഒപ്പം തന്നെ നിഖിലും ഒപ്പം തന്നെ മുഹമ്മദ് സഫാനും നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.